ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അനിയത്തിയാണോ ഇനി അനാമികയുടെ അച്ഛനെയും അമ്മയും വീട്ടിൽ കയറി തല്ലിയെന്ന്? എനിക്കറിയത്തില്ലമ്മേ, ഞാൻ അവളോട് അതൊന്നും ചോദിച്ചില്ല എന്ന് പറയും. പിന്നെ അവളെ കള്ളക്കേസിൽ കുടുക്കിയത് അനാമികയുടെ അച്ഛന് ആണെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയും. നീ ഇങ്ങനെ തെളിവില്ലാതെ ഒന്നും പറയില്ലെന്ന് പറയും. പിന്നെ എന്തിനാ അയാൾ അവളുടെ കേസ് നടക്കുന്ന സമയത്ത് കോടതിയിൽ വന്നത്? അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നു അയാൾ തന്നെയാണ് അവളെ കൊടുക്കാൻ നോക്കിയതെന്ന്. എന്നാൽ ഇനി നിൻ്റെ അനിയത്തിയോട് പറഞ്ഞേക്കണം, ഇനി ഇങ്ങനെയുള്ള കേസിലൊന്നും ചെന്ന് പെടരുതെന്ന്. അവൾക്ക് SI ആകാനൊക്കെ പോകേണ്ടതല്ലേ? അന്നേരം പിന്നെ ഇങ്ങനെയൊക്കെ കേസിലായിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോഴത്തേനും നയന പറയുന്നുണ്ട്, മാരാരി വക്കീലിനെ പോലെ ഒരു മികച്ച വക്കീലുണ്ടെങ്കിൽ എന്തും നമുക്ക് ഊരി പോരാൻ പറ്റുമോ അമ്മയെന്ന്. അതിന് അദ്ദേഹം അങ്ങനെ എല്ലാത്തിനുമകത്തും ചെന്ന് ഇടപെടുന്ന ആളൊന്നും അല്ലെന്ന് പറയും. അമ്മയ്ക്ക് സാറിനെ നന്നായിട്ട് അറിയാവോ എന്ന് ചോദിക്കും. എനിക്ക് അങ്കിളിനെ അറിയാം എന്ന് പറയും. അല്ല, അങ്കിളെന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ വീടിൻ്റെ കുടുംബ സുഹൃത്താണ്. അതുതന്നെയല്ല, എല്ലാവരുമായിട്ടും നല്ല സഹകരണത്തിലുള്ള ആളാണ്. അത് കാരണം ഞങ്ങൾ എല്ലാവരോടും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നതെന്ന് പറയും. നയന അടുക്കളയിൽ നിന്ന് പോകുമ്പോഴും ദേവേനെ നിന്ന് ഓർക്കുന്നുണ്ട്, ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ വീണ്ടും വല്ല കേസിലൊക്കെ പെട്ടാലായിട്ട് SI ആകുന്ന മോഹം അങ്ങ് പോവുകയല്ലേ? അന്നേരം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എൻ്റെ നയനമോളായിരിക്കും. എനിക്ക് അവളുടെ സങ്കടം കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. റൂമിൽ ചെല്ലുന്ന നയന നന്ദുവിനെ വിളിക്കുന്നുണ്ട്. മോളെ, നീയാണോ അനാമികയുടെ വീട്ടിൽ കയറി അവളുടെ അച്ഛനെയും അമ്മയും തല്ലിയെന്ന് ചോദിക്കും. അതേ ചേച്ചി, ഞാൻ തന്നെയാണ് തല്ലിയെന്ന് പറയും. ഞാൻ തല്ലുക മാത്രമല്ല, നല്ലതായിട്ട് പറഞ്ഞിട്ട് പോകുന്നെന്ന് പറയും. എൻ്റെ മുഖം കാണിച്ചു തന്നെ പറഞ്ഞെന്ന് പറയും. നിന്നെ അവർ കണ്ടോന്ന് ചോദിക്കും. അതേ, കണ്ട്. ഞാൻ പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാലും കൈയും തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞെന്ന് പറയും. മോളെ, അതൊക്കെ നമുക്ക് പിന്നീട് പ്രശ്നമായി വരികയല്ലേ? മോക്ക് ഇനിയും അടുത്ത സെലക്ഷനിലൊക്കെ പോകേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല ചേച്ചി, ഇവരെ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം മാക്സിമം നമ്മൾ സഹിച്ചിരിക്കുന്നതുകൊണ്ടല്ലേ ഇവർ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി SI ആകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവരെ അങ്ങ് ശരിക്ക് നോവിച്ചിട്ട് തന്നെ ജയിലിൽ പോകാൻ അങ്ങ് തീരുമാനിക്കുമെന്നും നന്ദു പറയുന്നുണ്ട്. ചേച്ചി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇനി എന്തായാലും ഇതൊന്നും സഹിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് അതിൻ്റെ തീരുമാനം എന്ന് പറയും. അപ്പോഴത്തേന് നയനയ്ക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട് നന്ദുവിനെ കുറിച്ച് ഓർത്ത്. പിന്നെ കാണിക്കുന്നത് വേണുവിനെയും രേവതിയൊക്കെയാണ്. അനാമിക അവിടെ ചെന്നിട്ടുണ്ട്. വേണുവിനൊക്കെ നന്നായിട്ട് പരിക്കുണ്ട്. നന്ദുവും കൂട്ടുകാരും നന്നായിട്ട് തന്നെ പെരുമാറിയിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അനാമിക ചോദിക്കുന്നുണ്ട്, അച്ഛാ, നന്ദുവും കൂട്ടുകാരും തന്നെയാണോ തല്ലിയെന്ന്? അതെ, അവൾ തന്നെയാണ്. മുഖം കാണിച്ചിട്ട് തന്നെ അവൾ തല്ലിയെന്ന് പറയും. എന്തായാലും ഇത് അവനോട് അറിഞ്ഞിട്ടുള്ള കേസായിരിക്കും എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അതിനെന്താ സംശയം? അനി അറിഞ്ഞു കാണും ഇതൊക്കെ. അവന് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇതെന്നും പറയും. അവൾ നമ്മളെ വെല്ലുവിളിച്ചിട്ട് പോയ കാരണം നമുക്കിത് കേസാക്കിയാലോ അച്ഛാന്ന് അനാമിക വേണുവിനോട് ചോദിക്കുന്നുണ്ട്. വേണ്ട മോളെ, അവൾ അത് കേസാക്കി കഴിഞ്ഞാൽ പിന്നെ അനിയുടെ വല്യമ്മ ഹോസ്പിറ്റലിലായ കേസും മാല മോഷണം പോയ കേസും എല്ലാം അവൾ കുത്തിപ്പൊക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയെന്ന് പറയും. പിന്നെ അവളെ കൂടുതൽ അങ്ങനെ ഇളക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം എൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. കാശ് കടം മേടിച്ചതിനും കൊടുത്തതിൻ്റെയും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് കേസുകളുണ്ട്. അവൾ അതെല്ലാം കുത്തിപ്പൊക്കുകയാണെങ്കിൽ അനന്തപുരിയിൽ അതെല്ലാവരും അറിയും. നമ്മുടെ മാനം പോവും. നമുക്കവിടെ നിൽക്കക്കളി ഇല്ലാതായി പോവുകയൊക്കെ ചെയ്യും. അത് കാരണം അവളെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്നും വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമികയോട്. ഇപ്പോൾ രേവതി പറയും, മോളെ, എന്തായാലും അനിയായിട്ടുള്ള ഒരു ജീവിതമൊന്നും നടക്കത്തില്ലല്ലോ. നീ അവിടുന്ന് എങ്ങനെയും കുറേ സ്വത്തും തട്ടിയെടുത്തുകൊണ്ട് പോരാൻ നോക്ക്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ. ഇവളുടെ അടിയും ബഹളവും ഒന്നും നമുക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. അനന്തപുരിയിൽ എന്തായാലും നീ ചെന്ന് കയറിയപ്പം തൊട്ട് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അടി മുഴുവൻ മേടിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഇതിനൊരു അറുതി വരുത്തിയേ പറ്റത്തുള്ളെന്നും രേവതി പറയുന്നുണ്ട്. ഇവക്ക് അങ്ങനെ ഒരുപാടൊന്നും കൊണ്ടില്ല, എനിക്ക് ആ മുഴുവൻ അടിയും കൊണ്ടാന്നൊക്കെ വേണു പറയും. അപ്പോൾ രേവതി പറയും, എവിടുന്ന്? എനിക്കാണ് എഴുന്നേക്കാൻ വയ്യ. എൻ്റെ ദേഹം മുഴുവൻ നുറുങ്ങി കിടക്കുക. പുറമേ അങ്ങനെ മുറിവൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അകമേ മൊത്തം വയ്യാതായിട്ടുണ്ടെന്നൊക്കെ രേവതി പറയും. അപ്പോൾ അനാമി ചോദിക്കും, ഇങ്ങനെയാണെങ്കിൽ അവൾ എന്നെയും തല്ലുമോന്ന്? അതിനെന്താ മോളെ സംശയം? ഉറപ്പായിട്ടും അവൾ മോളെയും കയറി തല്ലാൻ സാധ്യതയുണ്ട്. ആണുങ്ങളെ അടിച്ചൊതുക്കുന്നവളാണ് അവൾ. അത് കാരണം അവളുടെ തല്ല് എപ്പം മോണേലും മോക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നിന്നോണമെന്നും പറയും. നന്ദു അനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ അനാമികയുടെ വീട്ടിൽ കയറി വീണ്ടും തല്ല് കൊടുത്തോന്ന് ചോദിക്കും. ഞാൻ കൊടുത്തോന്ന് പറയും. എന്നെ കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് നോക്കിയത് അവളുടെ അച്ഛനും അമ്മയൊക്കെ. അവക്കട്ടൂടെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവരെ മാത്രമേ കൈ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അത് നീ ഇങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. ഒന്ന് ചിന്തിക്കാതെ ചെയ്യാവോ? നിനക്കിനി ട്രെയിനിങ്ങിനൊക്കെ പോകേണ്ടതല്ലേ എന്ന് ചോദിക്കും. അതൊക്കെ പോകാതിരിക്കുകയൊക്കെ പിന്നീടല്ലേ. പക്ഷേ ഞാൻ
പോവുക തന്നെ ചെയ്യും. നീ ആദ്യം പോയി നിൻ്റെ അമ്മായിയപ്പനെയും അമ്മായിമ്മയൊക്കെ ഒന്ന് കാണ്, അവർ നല്ല അടിയും കൊണ്ട് അവിടെ കിടക്കുകയല്ലേ എന്ന് പറയും. നിന്നെ ഓർത്ത് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ എനിക്കും ടെൻഷനുണ്ട്. നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടെന്നൊക്കെ അനി നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ട്. നന്ദു പക്ഷെ അതൊന്നും കേൾക്കാനേ ശ്രദ്ധിക്കുന്നില്ല. മൈൻഡാതെ പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങ് വെക്കും. ഫോൺ വെച്ചിട്ട് അനി അങ്ങോട്ട് വരുമ്പോഴത്തേന് നയന അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, നന്ദു ഇങ്ങനെയൊക്കെ ഒരു കാര്യവും ശ്രദ്ധിക്കാതൊക്കെ ചെയ്താൽ എങ്ങനെയാണ് ഏട്ടത്തി? ഞാൻ അവളെ വിളിച്ചായിരുന്നു എന്നൊക്കെ പറയും. ഞാൻ അറിഞ്ഞായിരുന്നു അനി, അവളോട് ഞാൻ പറഞ്ഞതാണ് അടങ്ങിയിരിക്കണമെന്ന്. പക്ഷേ അവളെ ഇങ്ങനെ ചതിച്ച് അവരെ എങ്ങനെയാണ് അവൾ വെറുതെ വിടുന്നതെന്ന് പറയും. അടുത്ത ക്യാമ്പിലെങ്കിലും അവൾക്ക് ജോയിൻ ചെയ്യണ്ടേ, അപ്പോൾ ഇച്ചിരി അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞതായിരുന്നു. പക്ഷെ അവൾ കേൾക്കണ്ടേ എന്നൊക്കെ നന്ദുവിനെ കുറിച്ച് അനി പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ജാനകിയും വരുന്നുണ്ട്, ദേവയാനിയും വരുന്നുണ്ട്. അപ്പോൾ ഇവർ പക്ഷേ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ നന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് അനി സംസാരിക്കുന്നതൊന്നും ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജാനകി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ എപ്പോഴും ഈ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത്? നിനക്ക് നിൻ്റെ ഭാര്യയുടെയും അവരുടെ വീട്ടുകാരുടെയും കാര്യം തിരക്കിയാൽ പോരെ? അനാമിക മോളുടെ അച്ഛനും അമ്മയൊക്കെ അടി കൊണ്ട് വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞ് അത് നീ ഒന്ന് ചെന്ന് കാണണ്ടേ? അവരത് വന്നില്ലല്ലോ എന്നുള്ള ഒരു പരിഭവം വിളിച്ച് പറയുകയും ചെയ്തെന്ന് പറയും. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്കത് അർഹതപ്പെട്ടത് തന്നെയാണെന്ന് പറയും. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് അടി കിട്ടിയപ്പോഴത്തേന് നിങ്ങൾ ഇതുപോലെ തന്നെയല്ലേ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ജാനകി. നീ എന്തായാലും അവരെ പോയി കാണാൻ പറയുന്നുണ്ട്. അപ്പം ദേവയാനി അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് ജാനകി കണ്ടായിരുന്നു. അപ്പം ജാനകി പറയുന്നുണ്ട്, ഇടത്തി അവിടെ നിൽക്കുന്നൊന്നും ഞാൻ വിചാരിക്കുകയില്ല, നിന്നെക്കിട്ട് ഞാൻ നല്ല തല്ലി വെച്ച് തരുമെന്ന് പറയും. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അവളും അവിടെ വീട്ടുകാരും എല്ലാം ഫ്രോഡുകളാണ്. ഓരോരോ കാരണങ്ങളുണ്ടാക്കി ആരെങ്കിലും കയ്യിൽ നിന്ന് തല്ലി മേടിക്കുന്നതിന് ഞാനാണോ ഉത്തരവാദി എന്നൊക്കെ അനി പറയും. നദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് എന്തായാലും അനാമികയുടെ അച്ഛനാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണെന്ന് പറയുമ്പോഴത്തേന് ജാനകി പറയും, അതിന് നിൻ്റെ തെളിവൊന്നും ഇല്ലല്ലോ, ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുതെന്ന്. അങ്ങോട്ട് വരുന്ന ദേവയാനി അപ്പം പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട ജാനകി, ഇത് ശരിക്കും അവളെ കുടുക്കിയത് ഇവർ തന്നെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന. ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാനുള്ളതിന് ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് നയനയും പറയുന്നുണ്ട്, അവൻ എങ്ങനെയും അവളെ സ്നേഹിക്കാനുള്ള ഇത് നോക്കാനുള്ളതിന് ഈ നന്ദുവിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണോ അനാമിക ചെയ്യേണ്ടെന്നൊക്കെ പറയും. അന്നേരത്തേന് ദേവയാനി പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇവിടുത്തെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. എന്നിട്ട് അനാമികയെക്കുറിച്ച് പറയുന്നുണ്ട് ദേവയാനി, എന്തായാലും അവളെ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പറഞ്ഞു വിടത്തില്ല, അനിയും അനാമികയെ ഒരിക്കലും പിരിയാനുള്ള ഇടവരുത്തത്തുമില്ലാതെ നിനക്ക് ഞാൻ തരുന്ന വാക്കാണെന്ന്. നയനെ ഒരുത്തി കാരണമാണ് എൻ്റെ മകൻ അനാമിക മോളെ സ്നേഹിക്കാത്തത്, ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവൻ്റെ മനസ്സ് മാറ്റുന്ന ഇവളാണെന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അതൊന്നും പക്ഷേ ദേവയാനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ദേവയാനി ഉടനെ പറയും, നമ്മൾ എന്തായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, ആരുടെ ഭാഗത്തെ തെറ്റൊന്നും നമുക്കറിയത്തില്ലല്ലോ, നീ എന്തായാലും അനാമിക മോൾ ഇവിടുന്ന് പോകുകയല്ല എന്നുള്ള കാര്യം മാത്രം വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകും. ദേവയാനി പരിചയത്തിലുള്ള ഏതോ ഒരു പോലീസ് ഓഫീസറെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നന്ദുവിന് ഈ ട്രെയിനിങ് ക്യാമ്പിൽ തന്നെ കയറാൻ പറ്റുമോ എന്ന്. ഉടനെ അയാൾ പറയും, ഇല്ല, ഈ ട്രെയിനിങ് ക്യാമ്പിൽ കയറാൻ പറ്റില്ല, അടുത്ത ക്യാമ്പ് ഉടനെ തന്നെ വരുമല്ലോ, അന്നേരം കയറിയാൽ പോരെയെന്ന്. അതല്ല എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. ഇല്ല, ഒരു രക്ഷയില്ല, അടുത്തതിനകത്ത് കയറാമെന്ന് അയാൾ പറയും. അതൊക്കെ കേട്ടുകൊണ്ട് നയന അവിടെ പുറകിൽ നിൽപ്പുണ്ട്. അപ്പം നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദുവിന് വേണ്ടിയാണ് ദേവയാനി ആരോ ഓഫീസറോട് ഇങ്ങനെ സംസാരിച്ചതെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അമ്മ ഇങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒന്നും പുറമേ കാണിക്കാതെ ഇരിക്കുന്നത്? അതെന്തായാലും എൻ്റെ സംശയങ്ങളൊക്കെ എനിക്ക് മാറ്റണമെന്നൊക്കെ നയന ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. നയന മാഗസിനിൽ ഒരു നല്ല ഡിസൈനിലുള്ള മാല കാണുന്നുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെടുന്ന നയന നവിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതെങ്ങനെയുണ്ട് നോക്കാൻ? നല്ല രസമുണ്ടല്ലോ, ഇതാരാ ഡിസൈൻ ചെയ്തത്, നീയാണോ എന്ന് ചോദിക്കുക. ഞാനല്ല, വേറെ ആരോ ആണ് ഡിസൈൻ ചെയ്തത്, പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ മാലയെന്ന് പറയും. അത് ശരിയാ, നല്ല സിമ്പിളല്ലേ, പിന്നെ ഒരുപാട് വർക്കൊന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ടെന്നൊക്കെ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. എന്നാൽ പിന്നെ ആദർശേട്ടനോട് പറ, മേടിച്ച് തരാമെന്ന് പറയും. ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു നോക്കാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാനങ്ങനെ ഒരുപാട് സ്വർണ്ണമൊന്നും ഇടുന്ന ആളല്ലല്ലോ എന്നൊക്കെ പറയും. അപ്പം നവിയൻ പറയുന്നത്, നിനക്ക് അങ്ങനെ ആഭരണത്തോടൊന്നും ഭ്രമമില്ലല്ലോ എന്ന്. അത് ചേച്ചി എനിക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഈ ഇത് കണ്ടപ്പോൾ സിമ്പിളല്ലേ, ഇട്ടുകൊണ്ട് നടക്കാൻ നല്ലതല്ലേ എന്ന് എനിക്ക്
തോന്നി, അതുകൊണ്ടാണെന്ന് പറയും. ഇതൊക്കെ അങ്ങോട്ട് വരുന്ന ദേവയാനി കേൾക്കുന്നുണ്ട്. അപ്പം നയനി അങ്ങ് പോയി കഴിയുമ്പോഴത്തേന് ദേവയാനി നവ്യയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് നവ്യ ആ ഡിസൈൻ ദേവയാനിയെ കാണിക്കും. എന്നിട്ട് പറയും, ഇത് കണ്ടോ എങ്ങനെയുണ്ടെന്ന് പറയും. കൊള്ളാമെന്ന് പറയും. ഇത് നയനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ആണോ? എന്നിട്ട് അവൾക്ക് സാധാരണ വലിയ ഡിസൈനറൊക്കെ അല്ലേ, മറ്റുള്ളവരുടെ ഡിസൈനൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കും. അതൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും അവൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നവ്യ അങ്ങ് കയറിപ്പോ. അന്നേരം എനിക്ക് ആ മാല ഇഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ദേവയാനി. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട്, എൻ്റെ നയനമോക്ക് ഇഷ്ടപ്പെട്ട ഈ മാല ഞാൻ അവൾക്ക് മേടിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. സാധാരണ ഇവളങ്ങനെ ഒരു കാര്യവും ആവശ്യപ്പെടുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന ആളല്ലല്ലോ, എൻ്റെ മോക്ക് ഇത് മേടിച്ചു കൊടുക്കണോ എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് നിൽക്കുകയാണ്. ദേവയാനി ഫോൺ എടുത്ത് തൻ്റെ കൂട്ടുകാരിയായ ഗ്രേസിയുടെ മകളെ വിളിക്കുന്നുണ്ട്. അന്നേരം ആ കുട്ടി പറയുന്നുണ്ട്, ആൻറ്റി എന്താ വിളിച്ചത്, ചുമ്മാ വിളിച്ചാണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, മോളെ എനിക്കൊന്ന് കാണണമെന്ന് പറയും. അതിനെന്താ ആൻറ്റി, ഞാനിപ്പോൾ പുറത്തോട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും ആൻറ്റിയെ മീറ്റ് ചെയ്യാമെന്ന് പറയും. എന്നാൽ മോള് പോയിട്ട് വാ, ഞാൻ വരാമെന്ന് ദേവയാനിയും പറയും. എന്നിട്ട് അത്യാവശ്യമാണെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞോളൂ ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല മോളെ, ഫോണിൽ കൂടെ പറയാനുള്ള കാര്യമേ ഉള്ളൂ, എന്നാലും ഞാൻ മോളെ നേരിട്ട് പറഞ്ഞോളാമെന്ന് ദേവയാനി പറയുന്നുണ്ട്. ഇതൊക്കെ അടുക്കള വാതിക്കൽ നിൽക്കുന്ന നയന കേൾക്കുന്നുണ്ട്. അപ്പം നയനെ ഓർക്കുന്നുണ്ട്, ഗ്രേസി ആൻറ്റിയുടെ മോളെയാണല്ലോ വിളിച്ചത്, എന്തിനായിരിക്കും അമ്മ ആ കുട്ടിയെ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ്. പിന്നീട് ആ കുട്ടി വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ദേവയാനി വീട്ടിൽ ചെല്ലുകയാണ്. എന്നിട്ട് മോളെ, എനിക്ക് പറയാനുള്ള കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒരു സംഘടനയുണ്ടല്ലോ, ആ സംഘടനയിൽ എല്ലാ വർഷവും ഓരോ അവാർഡൊക്കെ കൊടുക്കുന്നില്ലേ, അപ്പോൾ ഈ വർഷം ആ അവാർഡ് എൻ്റെ മരുമകൾക്ക് കൊടുക്കണമെന്ന് പറയും. ആൻറ്റിക്ക് ഇതുപോലെ സ്നേഹമാണോ ആൻറ്റിയുടെ മരുമകളോടെന്ന് ചോദിക്കും. എന്താണ് ഞാൻ അവളെ സ്നേഹിക്കാൻ കാരണമെന്നൊക്കെ ഗ്രേസിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. അമ്മ എന്നോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവളെ ഒരുപാട് ഇഷ്ടമാണ്, അവൾക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളെന്നൊക്കെ പറയും. അതുകൊണ്ട് മോൾ ഈ പ്രാവശ്യത്തെ അവാർഡ് മികച്ച ഡിസൈനർ എന്നുള്ള പേരിൽ എൻ്റെ മരുമോക്ക് കൊടുക്കണം. പിന്നെ ആ പരിപാടിയുടെ എല്ലാ സ്പോൺസർഷിപ്പും ഞാൻ നടത്തിക്കോളാം എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കണം മൊമൻറ്റോയുടെ കൂട്ടത്തിലെന്ന് പറയും. എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാഗസിനിലെ ആ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഒരു മാലയുടെ, എന്ന് പറയും, ഈ മാല കൂടെ കൊടുക്കണമെന്ന് പറയും. അതിൻ്റെയൊക്കെ ക്യാഷ് ഞാൻ തന്നോളാമെന്ന് ദേവയാനി പറയും. അത് ശരി ആൻറ്റി, നല്ല ഡിസൈനാണല്ലോ, എന്തായാലും ആൻറ്റിയുടെ മരുമോളുടെ ഡിസൈനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അത് കുറച്ച് മേടിച്ച് വെക്കണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ പൈസയും ഞാൻ മുടക്കിക്കോളാം, അത് കാരണം നിങ്ങളിതൊന്ന് നടത്തി തന്നാൽ മതി എന്ന് മാത്രം ദേവയാനി പറയും. ആൻറ്റിയാണ് ഇതിന് മൊത്തം കാശ് മുടക്കുന്നെങ്കിൽ എനിക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, ഞങ്ങളിത് നടത്തി എത്രയും പെട്ടെന്ന് തന്നേക്കാമെന്ന് പറയും. ആൻറ്റി വരത്തില്ലേ ഈ പ്രോഗ്രാമിനെന്ന് ചോദിക്കും. എനിക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് മോളെ, എന്നാലും ഞാൻ വരാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.